നമ്മളീ പഴയ വാഹനങ്ങൾ ഏത് മറ്റേ വാങ്ങിയാലും അതിനകത്ത് വെറുതെ ഇതേപോലെ മറ്റേ ഊഫറ സബിൻ്റെ ഒക്കെ ഇത് കാണും വയറൊക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇയോണിൻ്റെ പാർട്സ് മേടിക്കാനൊരു പാർട്ടി വന്നു. അപ്പോൾ അവർ പറയാൻ 3 ലക്ഷം രൂപ IDV ഉള്ളൊരു വണ്ടി ബാക്ക് വശം മുഴുവൻ കത്തിപ്പോയി ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു 1.5 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞു. എന്താണ് സംഭവം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഓഫറിൻ്റെ സബിൻ്റെ എങ്ങാണ്ട് വയറ് ഷോർട്ടായതാണെന്നാണ് അവർ കത്തിയതിൻ്റെ കാരണമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. സർവേയർ എന്ന് സർവേ ചെയ്തതിന് ശേഷം വാഹനം കത്തിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ വൂഫറിൻ്റെ വയറ് ഷോർട്ടായെന്ന് പറഞ്ഞു. ഇപ്പോൾ വൂഫറിൻ്റെ വയറ് ഷോർട്ടാകണമെന്നൊന്നുമില്ല. ഇതുപോലെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ IDV കൂട്ടിയൊക്കെ നല്ല എമൗണ്ട് കൊടുത്ത് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ആ പൈസ നമുക്ക് കിട്ടാതിരിക്കും. ഒന്നാമത് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ ബ്ലേഡ് കമ്പനിയാണ്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അവിടെ അക്കൗണ്ടിലിട്ട് വെക്കുന്നു. ഒരു 10,000 പേരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വെച്ചതിന് ശേഷം ഈ ആക്സിഡൻ്റ് ആകുന്ന അല്ലെങ്കിൽ തീ പിടിക്കുന്ന അല്ലെങ്കിൽ ഫ്ലഡ് സംഭവിക്കുന്ന ഏതെങ്കിലും വണ്ടികൾക്ക് അതിൽ നിന്നൊരു നിസ്സാര പൈസ എടുത്ത് ക്ലെയിം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വലിയ എമൗണ്ടിന് വലിയ എമൗണ്ട് IDV കിട്ടുന്നതിന് വേണ്ടി ഉയർന്ന തുക മുടക്കി ഇൻഷുറൻസ് ചെയ്യുന്ന ആളുകൾ അനാവശ്യമായി ഇതുപോലെ വയറുകളൊക്കെ വണ്ടിക്കകത്ത് വലിക്കാതിരിക്കുക. കമ്പനി വരുന്ന അവസ്ഥയിൽ തന്നെ ഇടുക. അനാവശ്യമായ അൾട്രേഷൻ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് തുക നിങ്ങൾക്ക് കിട്ടാതിരിക്കും. പിന്നെ അവസാനം പൈസ പോയിട്ട് കാര്യമില്ല. അല്ല പിന്നെ ചുമ്മാ പഴയ വണ്ടിയെടുത്ത് തേർഡ് പാർട്ടി ഓടുന്ന ആളുകൾക്ക് കുഴപ്പമില്ല. നല്ല വിലയ്ക്ക് വണ്ടി വാങ്ങിയിട്ട് IDV കൂട്ടി ആ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഇൻഷുറൻസ് എടുത്തിടുന്ന ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവസാനം പൈസയും കിട്ടുകയില്ല,